വന്നിടുമോ നീ എന്നരികിൽ ഭാരങ്ങളെല്ലാം അകറ്റിടുവാൻ വന്നിടുമോ നീ എന്നരികിൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ ദാസന്മാരെ വിചാരണ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചത് ഹെരോദാവിന്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ പത്രോസിനെയും യാക്കോബിനെയും അവർ പിടിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലിച്ച് പത്രോസിനെ തടവിൽ സൂക്ഷിച്ച് വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവികമായ പ്രവർത്തനത്തിന്റെ ശക്തിയുടെ മഹത്വം കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ദൈവം തന്റെ ദാസന്മാരെ കരുതുന്നവനാണ്, സൂക്ഷിക്കുന്നവനാണ്. ഏതെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും, വിചാരണയ്ക്ക് മുൻപിൽപ്പെട്ടാലും, കോടതിയുടെ മുൻപിൽപ്പെട്ടാലും, ജയിലറയിൽ കിടന്നാലും, തീച്ചൂളയിൽ വീണാലും, സിംഹക്കുഴിയിൽ വീണാലും തക്ക സമയത്ത് വിടുവിക്കുവാൻ തൻ്റെ കരം അവിടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതാണ് ദൈവികമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. പഴയ നിയമ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ വിചാരണയ്ക്ക് വിധേയപ്പെട്ടതായ ഒരു ദൈവദാസനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബിന്റെയും സബേലിന്റെയും കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ അനുഗ്രഹിതനായ ഒരു ദൈവദാസനായിരുന്നു എലിയാവ്. എലിയാവിന്റെ ശുശ്രൂഷകൾ സമൂഹത്തിനും കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും വളരെ അധികം പ്രയോജനകരമായിരുന്നു. രോഗസൗഖ്യത്തിനും വിടുതലുകൾക്കും അനുഗ്രഹമായിരുന്നു. ഭക്ഷണമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണവും, ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യവും, ആയുസ് നഷ്ടപ്പെട്ടവർക്ക് മടങ്ങി വരുന്ന അനുഭവങ്ങളും അനേക കുടുംബജീവിതങ്ങൾക്ക് സാക്ഷിയായി മാറുവാനിടയായി തീർന്നിട്ടുണ്ട് ദൈവദാസന്റെ ശുശ്രൂഷ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഹാബ് രാജാവിന്റെ അരികിൽ ചെന്ന് പറഞ്ഞത്, 140 പ്രവാചകന്മാരെ സേവിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരെ കൊട്ടാരത്തിൽ അണിനിരത്തുമ്പോൾ, അവരുടെ ആലോചനയ്ക്ക് മുൻപിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ, അവരുടെ ആലോചനയ്ക്ക് മുൻപിൽ മുട്ടുകൾ മടക്കി നിൽക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട, ദൈവിക ദർശനം നഷ്ടപ്പെട്ട, ദൈവിക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട, ആ ദൈവികമായ അരുളപ്പാട് പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആഹാബിനോട് പറയുകയാണ്, നീ ദൈവത്തെ മറന്ന് പോകുന്നത് ശരിയല്ല, നീ മടങ്ങി വരണം, 2 വള്ളത്തെ കാൽ വയ്ക്കരുതേ എന്ന് ആ ദൈവദാസനെ വളരെയധികമായി ഭാരപ്പെടുത്തി. പറയപ്പെട്ടതായിരിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ, പറയപ്പെട്ടതായ ദൂതുകൾക്ക് മുൻപിൽ, പറയപ്പെട്ടതായ വെളിപ്പാടുകൾക്ക് മുൻപിൽ അവിടെ തന്നെ ക്രൂശിക്കുവാനിടയായി. തനിക്കെതിരെ ശക്തമായ പൊരുതുന്ന പോരാളികൾ എഴുന്നേക്കുമെന്നറിയാം, പോരാട്ടമുണ്ടാകുമെന്നറിയാം, പ്രതികൂലമുണ്ടാകുമെന്നറിയാം, പ്രശ്നം സങ്കീർണം ആകുമെന്നറിയാം. ആ ദേവദാസൻ അവിടെ നിന്നില്ല. ആ ദേവദാസൻ അല്പം ഭയവും, അല്പം ഭീതിയും, അല്പ നിരാശയും, അല്പ ആശങ്കകളുമായിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ കൊട്ടാരത്തിന്റെ പടിവാതിൽ ഇറങ്ങി വരുമ്പോൾ കാതുകളിൽ ദൈവികമായിരിക്കുന്ന ഒരു ശബ്ദം കേട്ടോ, മകനെ നീ ഭയപ്പെടണ്ട, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതെ, ഗതിയില്ലാതെ, ദർശനം നഷ്ടപ്പെട്ട, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ, കയ്യിൽ പണമില്ലാതെ, ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ നീ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഞാനൊരു ഭവനം ഒരുക്കാൻ പോവാം.
ആ ദൈവികമായിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ദൈവദാസൻ ഒന്ന് ഭയന്നു. അതിനുശേഷം പറഞ്ഞു, തൽക്കാലം നീ ഇവിടെ നിന്നും പോയിട്ട് നീ കേരീത് തോട്ടിൽ പോയി പാർക്കണം. അവിടെ ഒരു തോടുണ്ട്, കേരീത് തോടുണ്ട്. ആ മരത്തിന്റെ തണലിൽ വിരിച്ചു നിൽക്കുന്ന ഇടത്ത് നീ പാർക്കണം. തോട്ടിലെ വെള്ളം കുടിക്കണം. നിനക്ക് ഭക്ഷണം തരുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കൊണ്ടുതരുമെന്നല്ല, ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചിലതൊക്കെ കൽപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ ഉള്ള അവസ്ഥ അറിഞ്ഞുകൊണ്ട്, നിന്റെ ഇല്ലായ്മ അറിഞ്ഞുകൊണ്ട്, നിന്റെ ഭാരത്തെ അറിഞ്ഞുകൊണ്ട്, പ്രയാസത്തെ അറിഞ്ഞുകൊണ്ട്, അവസ്ഥ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കൈകളിലെത്തുവാൻ, നിന്റെ വീട്ടിലെത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്കത് പ്രയോജനമാകുവാൻ, നിന്റെ തലമുറകൾക്കത് അനുഗ്രഹമായി തീരുവാൻ ചിലതൊക്കെ ദൈവം കൽപ്പിച്ചാക്കി വെച്ചിട്ടുണ്ട്. ചില കുടുംബത്തെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷിയെ നീ പോയി പാർക്കുക. ആ ദൈവദാസൻ അനുസരണമുള്ളവനായി മാറി. അനുസരണമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് അനുസരണമില്ലാത്തത് കൊണ്ടാണ് അനേക സംഭവങ്ങൾ കാണാൻ കഴിയുന്നത്. ആ ദൈവദാസൻ വളരെ അനുഗ്രഹത്തോടുകൂടെ, അനുസരണത്തോടുകൂടെ, വളരെ വിനയത്തോടുകൂടെ, വളരെ സൗന്ദര്യോടുകൂടെ ആ ദൈവദാസൻ അത് അനുസരിപ്പാനിടയായി. ആ ദൈവദാസൻ അനുസരിച്ചു. കിരീതോട്ടിൽ ചെന്ന് പാർത്തു. അവിടെ പാർക്കുമ്പോൾ പറഞ്ഞതുപോലെ തോട്ടിലെ വെള്ളം കുടിച്ചു. നോക്കുമ്പോൾ സമയാസമയങ്ങളിൽ കാക്ക ഭക്ഷണം കൊണ്ട് കൊടുത്തു. നമുക്കത് അസംഭവ്യമായിരിക്കുന്ന കാര്യമാകാം, വിശ്വസിക്കാൻ പ്രയാസമാകാം. അങ്ങനെ നടക്കുമോ? അനേക ഇടങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണിയുടെ, പൈതാകത്തിൻ്റെ, വേദനകളുടെ, നൊമ്പരങ്ങളുടെ നടുവിൽ കർത്തൃവേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുടെ അനുഭവം കേട്ടിട്ടുണ്ട്. സമയമാകുമ്പോൾ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ അവൻ നിരസിക്കുകയും ഇല്ല. നിരസിക്കാത്തൊരു ദൈവിക സാന്നിധ്യം നിന്നെ തേടി വരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ചുരിതനായ ദൈവത്തിന്റെ പാറയിലേക്ക് എന്നെ നടത്തണമേ. എന്റെ കാലുകൾ ഏകദേശം ഇടറി, എങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി. എൻ്റെ ഉള്ളിൽ വേദനകളും നൊമ്പരങ്ങളും അതികഠിനമായി കടന്നു വന്നു. ദൈവം എന്നെ ശക്തീകരിച്ചു. ഈ നാളുകളിൽ ദൈവികമായ ശക്തിയെ പ്രാപിച്ചുകൊണ്ട്, ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട്, വിചാരണകൾക്ക് മുൻപിലും, പോരാട്ടങ്ങളുടെ മുൻപിലും, പ്രതികൂലത്തിന്റെ മുൻപിലും തളരാതെ നിൽക്കുന്നു എങ്കിൽ ദൈവം ചിലതൊക്കെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യിൽ തരാം. നിന്റെ കിടക്ക മാറ്റി വിരിക്കാൻ, നിന്റെ പ്രശ്ന പരിഹാരത്തിന്, നിന്റെ രോഗസൗഖ്യത്തിന്, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്, വീടിന്റെ വിഷയത്തിന്, ജോലിയുടെ വിഷയത്തിന് ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സമയപരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഭയപ്പെടേണ്ട, നിരാശപ്പെടുകയും വേണ്ട. ഞാൻ ചിലതൊക്കെ കരുതിയിട്ടുണ്ട്. കരുതുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽ കാലത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും. രോഗികളായിട്ട് അനേക പ്രിയപ്പെട്ടവർ കിടത്തി രോഗികളും ഇരിപ്പിലുകളായി അവരെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യും. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും വീട് വിട്ട് നാട് വിട്ടു പോയവരുണ്ട്. ഗൾഫിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. യൂറോപ്പിലായിരിക്കുന്നവരുണ്ട്. അമേരിക്കയിലായിരിക്കുന്നവരുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്. പഠിക്കാൻ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം കർത്താവ് ഞങ്ങൾ ഓർക്കുന്നു. ദൈവീ നാളുകളിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. നന്മകളാൽ നിറയ്ക്കണം, മഹത്വം യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.